അനിൽകുമാർ ഇവിടെ അല്ലല്ല ഷഫീഖ് പറഞ്ഞൊരു കാര്യം ഷഫീഖ് പറഞ്ഞ കാര്യം ഷഫീഖ് പങ്കെടുത്തിട്ടുള്ള ചർച്ചയിൽ ഷഫീഖ് പങ്കെടുത്ത ചർച്ചയുടെ കാര്യത്തിൽ മറുപടി പറയേ ഷഫീഖ് ഇതല്ല ഒളിച്ചു കളിയാണ്, ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങേക്ക് ബോധ്യമാകുന്നില്ലെങ്കിലും അങ്ങ് വല്ലാതെ ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് ശ്രേൽകുമാർ, സാധാരണഗതിയിൽ നിന്ന് മാറി അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. ഇവിടെ ഷഫീഖ് എന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധി പറയുകയാണ്, ശ്രീ അനിൽകുമാർ, ഞാനും കൂടി പങ്കെടുത്തു കോടിയേരിയുടെ ആശയവിനിമയത്തിൽ, ധാരണയിൽ. ആദ്യം AK സെന്ററിനെതിരെയുള്ള ആ ഫ്ളാറ്റിൽ, പിന്നെ AKG സെന്ററിൽ, ഈ പറയുന്ന ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ, ഈ സജി ചെറിയാൻ, ഈ പറയുന്ന സുധാകരൻ, ഇവരുടെയൊക്കെ പേരുകൾ ഇങ്ങനെ പറയുകയല്ലേ? അതൊന്ന് ഖണ്ഡിക്ക്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, CPM-ന്റെ രാഷ്ട്രീയ നയം തീരുമാനിക്കുന്ന എവിടെയാണ്? അത് പരസ്യമായിട്ടാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വരുമ്പോൾ നേതാക്കൾ സംസാരിക്കുമല്ലോ. രാഷ്ട്രീയ നയം എന്താണ്? ഞങ്ങൾ ഇന്നേ വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും നിലപാടിന് അനുകൂലമായി ഒരു വരി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ പാർട്ടി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടോ, കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ ഈ നിലപാട് എന്താ നിലപാട്? മേലിൽ നീതിപൂർവ്വം പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകാനോ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഈ നിലപാട് കോൺഗ്രസ് മാറ്റിയോ? ഇന്ന് ജമാഅത്തെ ഇസ്ലാമി പറയൂ. നിങ്ങളുടെ പാർട്ടിയെ കുറിച്ചാ ചോദ്യം. നിങ്ങളുടെ പാർട്ടി ഈ നിലപാട് മാറ്റിയോ? കോൺഗ്രസ് നിലപാട് മാറ്റിയോ? കോൺഗ്രസ് നീതിപൂർവമായി ശ്രീ അനിൽകുമാർ നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഘട്ടത്തിലും നിങ്ങളോടുള്ള വിയോജിപ്പ് ജമാഅത്ത് പറഞ്ഞിട്ടുണ്ട്, വെൽഫെയർ പാർട്ടി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കോൺഗ്രസിനെ പറ്റിയും അവർ പറഞ്ഞിട്ടുണ്ട്. അതല്ല പ്രശ്നം. ഇവിടെ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്നു പറയുകയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കോടിയേരിയുമായി ചർച്ച നടന്നിട്ടുണ്ട് എന്ന്. ആ ചർച്ചയെ പറ്റി അങ്ങ് എന്താണ് പറയുന്നത്? ഇതെല്ലാം തുറന്ന രൂപത്തിലുള്ള ചർച്ചകളായിരുന്നു എന്ന് അങ്ങനെ പറയുന്നുണ്ട്. എന്താ പ്രത്യേകത? നിങ്ങൾക്ക് ഇവരുമായി ചർച്ചയാണുള്ളത്, രാഷ്ട്രീയം അല്ലെങ്കിൽ പിന്നെ എന്ത്? ആ ധാരണ എങ്ങനെയൊക്കെയായിരുന്നു, എവിടെയൊക്കെയാണ് അത് പ്രതിഫലിച്ചത് എന്നതാണ് അക്കമിട്ട് നിരത്തുന്നത് ആ പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ വന്നിരുന്നിട്ട്. വേണുവിന്റെ അക്കത്തിന്റെ വലിപ്പം എനിക്ക് മനസ്സിലായി. ഏതെങ്കിലും പഞ്ചായത്തിന്റെ മൂലയ്ക്ക് ഏതെങ്കിലും കാര്യത്തിന് നേതാക്കന്മാർ ഞങ്ങളുടെ നേതാക്കന്മാരെ വന്ന് കണ്ടതാണോ അക്കം? RSSുമായി ചർച്ചയ്ക്ക് പോയി യോഗ്യന്മാർ, പരമയോഗ്യന്മാർ. എന്ത് കാര്യത്തിനാ? RSSുമായി ചർച്ചയ്ക്ക് പോയ പരമയോഗ്യന്മാർ വന്നിട്ട് വർത്താനം പറയുകയാണ് ഏതോ പഞ്ചായത്തിന്റെ മൂലയ്ക്ക് ഏതാണ്ടുണ്ടെന്ന്. അവിടെ കേരള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം മനസ്സിലാക്കണം. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിക്കുന്ന ചോദ്യമാണ്, മതരാഷ്ട്രീയത്തിൽ നിങ്ങൾ പിന്മാറിയോ? ഇന്ത്യ രാജ്യം ഒരു ഇസ്ലാം മത രാഷ്ട്രമാക്കണമെന്ന വാദത്തിൽ നിങ്ങൾ പിൻവാങ്ങിയോ? ആ വാദം ഉന്നയിച്ച മദൂദിയുടെ രാഷ്ട്രീയത്തെ നിങ്ങൾ പിൻവലിച്ചോ? മദൂദിസത്തിൽ നിങ്ങൾ പിന്മാറിയോ? നിങ്ങൾക്ക് കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധമില്ല നിലപാടുണ്ടോ? നിങ്ങൾ ബ്രദർഹുഡ് എന്ന് പറയുന്ന, ഇസ്ലാം ബ്രദർഹുഡ് എന്ന് പറയുന്ന ലോക ഭീകരവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട എത്രയോ ആഖ്യാനങ്ങൾ നിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ കൺമുമ്പിലെ യാഥാർത്ഥ്യമാണ്. കൺമുമ്പിലെ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുക. ഈ മതരാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്ന നിങ്ങൾ ഈ രാജ്യത്തിനകത്ത് RSSനെയാണ് ശക്തിപ്പെടുത്തുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് പോരാട്ടം.